അഭി സംയുക്തെ കണ്ടോ? ഇല്ല. എന്നിട്ടാണോ നാത്തൂൻ ഈ കഥയും പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കുന്നേ? എന്റെ നാത്തൂനെ അവളും അവനും തമ്മിൽ ഒരു കാരണവശാലും കാണാൻ പാടില്ല. ഈ ജന്മം അവരെ ഒന്നിക്കാൻ അനുവദിച്ചൂടാ. ഇന്നത്തോടെ അവളെ തീർക്കണം. വേഗം പോ, ചെന്ന് പറ അഭി അവളെ അന്വേഷിക്കുന്നു. അഭി അവളെ കണ്ടുമുട്ടുന്നതിന് മുൻപ് എനിക്കവളെ ഒന്ന് കാണണം. ഒടുക്കത്തെ കാഴ്ച.
ഇതെങ്ങോട്ടാടാ മോനെ? അമ്മ സംയുക്ത കണ്ടോ? ഇല്ല. എന്താടാ? ഏയ് ഒന്നുമില്ല. അവള് ആ പൂജ നടക്കുന്നിടത്ത് എങ്ങാനും കാണും. കണ്ടില്ലേ നത്തുനെ, അവൻ പോണ പോക്ക്. ഇപ്പൊ ഞാൻ വഴി തിരിച്ചു വിട്ടു. പക്ഷെ ഏത് നിമിഷവും അവൻ അവളെ കണ്ടുപിടിക്കും. അങ്ങനെ സംഭവിക്കരുത്. നാത്തും ചെന്ന് അവളെ അഭി അന്വേഷിക്കുന്നു എന്ന് പറയും. നാത്തുൻ എന്താ വട്ടായോ? ഞാൻ വഴി തെറ്റിച്ചു വിടുമ്പോ നാത്തുൻ അവരെ കൂട്ടിമുട്ടിക്കാൻ നോക്കുന്നു. അവളെ ആ തെക്കേറ്റത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. അവിടെ അഭിയല്ല, മരണമാവും കാത്തിരിക്കുക. ഇനി വൈകിച്ച അപകടം. ഞാനവളെ കൊല്ലാൻ പോവാ നാത്തുനെ. ചെല്ല്, വേഗം പോയി വിളിച്ചിട്ടോ. സപ്തതി സംയുക്ത കണ്ടോ? അവള് മുകളിലുണ്ടാവുമല്ലോ. എന്താ ബേട്ടാ? ഏയ് ഒന്നുമില്ല. എന്താ പറ്റി? എടി സംയുക്ത, അത് വേണ്ട. സംയുക്തേ, മോളെ സംയുക്തേ. എന്താ? സംയുക്തേ, ദേ അഭി വിളിക്കുന്നു. എന്തിനാ? കാര്യം അറിയില്ല. ദേ ആ തെക്കേറ്റത്തെ മുറി നിപ്പുണ്ട്. എന്തോ അത്യാവശ്യമാണെന്നാ തോന്നുന്നത്. വാടി വാ, ചെകുത്താന്റെ വായിലേക്ക് നേരെ വന്ന് കേറടി. വേഗം വാ മോളെ.
വേഗം വാ. അഭിയേട്ടൻ എവിടെ? അഭിയല്ല, ഞാനാ നിന്നെ വിളിപ്പിച്ചത്. ഇവളിത് എവിടെ പോയി? ആ, എവിടെ പോയാലും ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. വരട്ടെ, ഇന്നെല്ലാം തുറന്നു പറയണം. എനിക്ക് അവളെ ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ അവളെ പ്രണയിക്കുന്നു. പ്രണയം പ്രണയം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാവുമല്ലേ? തള്ളി പറയുമ്പോഴും തള്ളിക്കളയാനാവാതെ, വെറുക്കുമ്പോഴും വെറുക്കാനാവാതെ, കാണുമ്പോ കടിച്ചു കീറിയാലും കാണാതിരുന്ന ഉറങ്ങാനാവാതെ. വരട്ടെ, അവള് വരട്ടെ. അവൾക്ക് വേണ്ടി കുറച്ച് കാത്തിരുന്നാലും കുഴപ്പമില്ല. എത്ര കാലാ പാവം എനിക്ക് വേണ്ടി കാത്തിരുന്നത്.
എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ വന്ന് എന്നെ ടോർച്ചർ ചെയ്യുന്നത്? ഞാൻ എന്ത് ടോർച്ചർ ചെയ്തു? സാറല്ലേ ടോർച്ചർ ചെയ്യുന്നത്. സംയുക്തെ, കണക്ക് പറഞ്ഞ് കാലണ്ടർ വെട്ടി കോടതി കയറ്റി കിടപ്പറയിലും ജീവിതത്തിലും ഒറ്റപ്പെടുത്തി. അതൊക്കെ അവളുടെ വിധി, സ്വയം തെരഞ്ഞെടുത്ത വിധി. അതെ, വിധിയാ. വിധിച്ചത് കളപ്പൊരിക്കൽ അഭിമന്യു. അതെ, എന്റെ അമ്മയെ നോവിക്കാതിരിക്കാൻ അന്ന് അങ്ങനെ ഒരു വിവാഹം ഞാൻ അവൾക്ക് വിധിച്ചു. എനിക്ക് പറ്റിയ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് അല്ല, നിങ്ങൾ ചെയ്ത ജീവിതത്തിലെ ഏറ്റവും വലിയ ശരി. എന്റെ കോൺഫിഡൻസ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക്സ്. എന്തിന്? എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാന്. നിന്നെയല്ല, ചതച്ചെറിഞ്ഞാലും ചാവാത്ത നിന്റെ ഉള്ളിൽ ഈ ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമായെന്നാ ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ ആത്മവിശ്വാസം എന്റെ ഉള്ളിലാണല്ലോ ഉള്ളത്. അപ്പോ സ്വാഭാവികമായും എന്റെ ക്വാളിറ്റി അംഗീകരിക്കുന്ന നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എന്നെയും അംഗീകരിക്കുന്നു. ഇനി ഈ കലണ്ടർ ഇവിടെ വേണ്ട. കണക്കും കാലണ്ടറും ഇല്ലാത്ത ജീവിത സമയത്തെ ഇനി നമ്മുടേത്. എന്താ എന്താ നിനക്ക് വേണ്ടേ? നിന്നെ അടി എനിക്ക് വേണ്ടത്. കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഇങ്ങനൊരവസരം. നീ എന്താ വിചാരിച്ചത്? ശർമിളയെ പറ്റിച്ച് നാടകം കളിച്ച് കത്തിക്കേറി അങ്ങ് മെടുക്കിയാവാന്നോ? തെറ്റിയടി, നിനക്ക് തെറ്റി. നീ ഇറക്കുമതി ചെയ്ത ആ ഇന്ദ്രജിത്തില്ലേ, അവനാ ശ്രുതിയാണെന്ന് എനിക്കറിയാം. നാത്തൂന് മാത്രമല്ല, എനിക്കും അറിയാം. പിന്നെ കാത്തിരുന്നതാ ഞങ്ങൾ നീ എവിടം വരെ പോവെന്നറിയാൻ. ഇന്ദ്രന് വെച്ച് അബിയുടെ മനസ്സിൽ കയറി പറ്റാൻ നീ കളിച്ച കളിയൊക്കെ കൊള്ളാം. പക്ഷേ കളിച്ച സ്ഥാനം തെറ്റിപ്പോയി. ഇതേ കളപ്പുരയ്ക്കൽ ശർമിളയുടെ കളരിയാ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ അവനെ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി മൂദേവി.